അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ തന്നെ ഇതാ ഞങ്ങളുടെ നവമിയുടെ നിറവിൽ നിൽക്കുന്ന തുഞ്ചൻ പറമ്പിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ തുഞ്ചൻ്റെ തത്ത നല്ല സൂപ്പറായി മാലക്കെട്ട് നിൽക്കുന്നുണ്ട്. തൊട്ട് പിന്നാലായിട്ട് തന്നെ സരസ്വതി മണ്ഡപം നമുക്ക് കാണാൻ പറ്റും. നാളെ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് തന്നെ സരസ്വതി മണ്ഡപം നമുക്ക് കാണാൻ പോലും കഴിയില്ല. കവികളെല്ലാവരും എഴുത്തിനിരുത്തുന്നതാണ് സരസ്വതി മണ്ഡപം. ഇത് തുഞ്ചൻ സ്മാരക മണ്ഡപം. ഇവിടെ എഴുത്താശന്മാരാണ് എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ നാളെ നമ്മുടെ ലിച്ചുവിനെ ഇവിടെ ആയിരിക്കും നമ്മൾ എഴുത്തിനിരുത്തുന്നത്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. അവിടെ നട തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി തൊഴുതു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ കാഞ്ഞിര മരം. ഹരിശ്രീ, ആ മരത്തിൻ്റെ 4 സൈഡിലും മണലിൽ നമുക്ക് ഹരിശ്രീ എഴുതാൻ പറ്റും നാളെ. നാളത്തെ ദിവസം ഈ കാഞ്ഞിര മരത്തിൻ്റെ കായ കഴിക്കില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ അവിടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പോയി. പക്ഷേ അതിൻ്റെ ഓഡിറ്റോറിയം ക്ലോസ്ഡ് ആണ്. അപ്പോൾ തൊട്ട് ഓഫീസിൽ നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണ സാറിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പുസ്തകപുരയിലേക്കാണ് കേട്ടോ. പുസ്തകങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ആ പുസ്തകങ്ങളെല്ലാവരും ഇങ്ങനെ സെറ്റായി നിരന്നിരിക്കുന്നതാണ് ഭയങ്കര സന്തോഷമാണ്. എല്ലാം ഇങ്ങനെ മറിച്ച് നോക്കും. നമ്മുടെ MT സാറിൻ്റെ ബുക്കാണ് എല്ലാ പുസ്തകപുരയിലും മെയിനായിട്ട് ഉയർന്നു നിന്നിരുന്ന പുസ്തകം. MTയുടെ ജീവചരിത്രം ഈ അടുത്തിടെ തന്നെയാണ് അതിൻ്റെ പ്രകാശനമൊക്കെ ഉണ്ടായിരുന്നത്. MTയുടെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു തീരാ നഷ്ടം തന്നെയാണ് മലയാള സാഹിത്യത്തിന് എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യം ഇല്ല. നാളെ എഴുത്തിനിരുത്തുന്നവർ വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഞങ്ങളൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ നൊസ്റ്റാൾജിയ കുറച്ച് സാധനങ്ങളല്ലേ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഉത്സവ പറമ്പുകളിൽ കുപ്പികളൊക്കെ ഭയങ്കര ഒരു ക്രൈസായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരുപാട് കുപ്പികളൊക്കെ സൂക്ഷിച്ചിരുന്നത്. പിന്നെ നമ്മുടെ കുട്ടീസിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.